യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ അടുത്തത് ആർസണൽ റിയൽ മാഡ്രിഡിനെ നേരിടാൻ പോവുകയാണ്. ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രീവിയസ് മാച്ച് റിയൽ മാഡ്രിഡിന്റെ പ്രീവിയസ് മാച്ച് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള മത്സരത്തിൽ ഉടനീളം അവസാന മത്സരത്തിൽ ഏറ്റവും ഡോമിനന്റ് ആയി കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉടനീളം പറഞ്ഞ കാര്യം അതുതന്നെയായിരുന്നു. എംബാപ്പ വഴിയൊരുക്കിയ പെനാൽറ്റി ഒഴികെ മാറ്റിവെക്കുകയാണെങ്കിൽ ഏറ്റവും ഡൊമിനന്റ് ആയി കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയാണ്. പക്ഷേ കളി അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ലക്കുന്ന രീതിയിലാണ് അൽവാറസിന്റെ പെനാൽറ്റി അത് ഡബിൾ ടച്ച് ആയി എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഒഴിവാക്കുകയും തുടർന്ന കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡൻ ഡെക്കായിട്ട് റിയൽ മാഡ്രിഡിനെ സമ്മതിക്കുകയും അങ്ങനെയാണ് റിയൽ മാഡ്രിഡിന്റെ വിജയം ലാസ്റ്റ് കലാശിച്ചത്. സോ ഒരു ലക്കിലൂടെയാണ് റിയൽ മാഡ്രിഡ് അടുത്ത റൗണ്ടിൽ ആർസണലിനെ നേരിടാൻ പോകുന്നത്. ആർസണൽ വിഎസ് റിയൽ മാഡ്രിഡ് എന്ന മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ ആർസണലിനെ സംബന്ധിച്ച് ഇതുവരെ അവർ കരിയറിൽ സ്വന്തമാക്കാൻ പോകാത്ത ഒരു ട്രോഫിയാണ് അവിടെ അടുത്തു നിൽക്കുന്നത്. റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഇനി ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ 16ാമത്തെ ട്രോഫിയായി കൂട്ടുകയും വീണ്ടും അധികാരം അടക്കി പിടിക്കുകയും എന്നതുപോലെ തന്നെയാണ്. സോ ആർസണൽ വിഎസ് റിയൽ മാഡ്രിഡ് ഏറ്റുമുട്ടുന്ന സമയത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? റിയൽ മാഡ്രിഡ് വിഎസ് ആർസണൽ മാച്ച് നോക്കുന്ന സമയത്ത് ആർസണലിന് ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത്. സോ ആർസണൽ ജയിക്കാൻ സാധ്യതയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയാനുള്ളത് യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഗോൾ കൺസീഡ് ചെയ്തൊരു ടീം എന്ന് പറയുന്നത് ആർസണലാണ്. റിയൽ മാഡ്രിഡിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 6 ഗോളുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. റിയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് 17 ഗോളുകളാണ് റിയൽ മാഡ്രിഡ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ PSV എന്ന് പറയുന്ന ടീം ചില ടീമല്ല, ആ ഒരു ടീമിനെ ബിഗ് അഗ്രിഗേറ്റിലാണ് ആർസണൽ പരാജയപ്പെടുത്തിയത്. മൂന്നാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിയൽ മാഡ്രിഡിന്റെ മികച്ച ഡിഫൻഡർ ആയിട്ടുള്ള കാർവഹാലിനും അതുപോലെ തന്നെ മിലിറ്റാക്കും ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതും ആർസണലിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഹോം മാച്ചിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ പട്ടിക മത്സരത്തിൽ ഇതുവരെ ആർസണൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. നോക്കൌട്ട് മാച്ചിലും ആർസണൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആർസണലിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ പട്ടിക മത്സരത്തിൽ റിയൽ മാഡ്രിഡിനെ എവേ മാച്ച് നോക്കുന്ന സമയത്ത് 2 ജയവും 2 തോൽവിയുമാണ്. അതും ആർസണലിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി റിയൽ മാഡ്രിഡിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ഇത്രയും മത്സരങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ആർസണലും റിയൽ മാഡ്രിഡ് നോക്കുന്ന സമയത്ത് ഏറ്റവും റൈറ്റിംഗ് കൂടിയ ടീം എന്ന് പറയുന്നത് റിയൽ മാഡ്രിഡ് ആണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആർസണലിന്റെ അറ്റാക്കിംഗിലെ ഒരുപാട് ഇഞ്ചുറികൾ ആർസണലിനുണ്ട്. സാക്ക് ഇഞ്ചുറിയിലാണ്, അതുപോലെ തന്നെ ഹവാറ്റ്സ് ഇഞ്ചുറിയിലാണ്, ജീസസ് ഇഞ്ചുറിയിലാണ്, സ്റ്റെർലിംഗ് ഇഞ്ചുറിയിലാണ്. അതുകൊണ്ട് അറ്റാക്കിംഗിൽ ആർസണലിന് ഒരുപാട് ഇമ്പാക്റ്റിന്റെ കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും റിയൽ മാഡ്രിഡിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ പ്രീമിയർ ലീഗ്, ലാലിഗ അവരവരുടെ ലീഗ് മത്സരത്തിലും ഏറ്റവും റൈറ്റിംഗ് കൂടിയ ഒരു ടീം കമ്പയർ ചെയ്യുന്ന സമയത്തും അതും റിയൽ മാഡ്രിഡ് തന്നെയാണ്. സോ ഇതൊക്കെയാണ് റിയൽ മാഡ്രിഡ് ജയിക്കാനുള്ള സാധ്യതകളായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ പറഞ്ഞ സ്റ്റാറ്റ്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 100% ആർസണൽ വിജയിക്കാണ് സാധ്യത. കാരണം ആർസണലിന്റെ ഹോം മാച്ച് ആണ്. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ആർസണൽ ഇതുവരെ ഹോം മാച്ചിൽ പരാജയപ്പെട്ടിട്ടില്ലാത്തൊരു ടീമാണ്. സോ 100% ഹോം മാച്ചിൽ ആർസണൽ വിജയിക്കാനാണ് സാധ്യത. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ റിയൽ മാഡ്രിഡിന്റെ പ്രീവിയസ് സീസണിലെ മത്സരം ഈ സീസണിലെ മത്സരം എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ലക്കിലങ്ങ് റിയൽ മാഡ്രിഡ് വിജയിച്ചു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഹോം മാച്ചിൽ ആർസണലിനെ പരാജയപ്പെടുത്താൻ ഒരിക്കലും റിയൽ മാഡ്രിഡിന് സാധിക്കില്ല. സോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അടുത്ത മാച്ചിൽ ആർസണൽ വിജയിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മാറ്റ്.